ഞാനിങ്ങനെ വല വിട്ട് പറന്നു വരുമ്പോൾ ആ വല പൊട്ടി ഞാൻ ചാണകക്കുഴിയിലേക്ക് അമ്മേ എന്ന് പറഞ്ഞ് വീണ എങ്ങനെ ഉണ്ടാവും? ഞാനിത് ചെയ്യാം. ഓക്കെ മമ്മൂക്ക. അപ്പോൾ നമുക്ക് സ്പൈഡർമാൻ്റെ കോസ്റ്റ്യൂം ഒന്ന് നോക്കണ്ടേ? വേണ്ട, ഞാനതിന് ആ ക്യാരക്ടർ അല്ല ചെയ്യുന്നത്. പിന്നെ ഇതിലെ ആ വില്ലൻ ക്യാരക്ടർ അല്ലേ, ഡോക്ടർ ഒക്ടോപ്പസ്, അത് ഞാൻ ചെയ്തോളാം. അപ്പോൾ സ്പൈഡർമാൻ്റെ ക്യാരക്ടർ ആര് ചെയ്യും? അതാരെ കൊണ്ട് വേണേലും ചെയ്യിപ്പിക്കുക. ഇപ്പോൾ പുതിയ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, ആ ഹാഷിനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. സ്പൈഡർമാൻ്റെ കയ്യിൽ തോക്കുണ്ടോ? തോക്കില്ല സാർ, വലയുണ്ട്. ഓ, വില്ലന്റെ കയ്യിൽ തോക്കുണ്ടോ? തോക്കില്ല, വേറെ ഒരുപാട് ആയുധങ്ങളുണ്ട്. ആരുടെ കയ്യിലും തോക്കില്ലെങ്കിൽ ക്ലൈമാക്സ് ഞാൻ വില്ലനെ കൊന്നിട്ട് എങ്ങനെ കാണിച്ചോട്ടെ? കാണിച്ചോളൂ സാർ, വേണമെങ്കിൽ ഷിറ്റെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാനിങ്ങെടുക്കുക. ഈ കോസ്റ്റ്യൂം അത്ര പോരാ, നമുക്ക് എന്തായാലും അത് മാറ്റേണ്ടി വരും. ഞാനേതായാലും എൻ്റെ വൈഫിനോടൊന്ന് പറയാം, അവള് നന്നായിട്ട് ഡിസൈൻ ചെയ്യും. എന്താ പറഞ്ഞ? അല്ല നിവിനെ, ഈ സ്പൈഡർമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് സ്ലിം ആണ്. അപ്പോൾ നിവിൻ കുറച്ച് തടി കുറച്ചാൽ അത് നന്നായിരിക്കും. അതൊന്നും വേണ്ട, കേരളത്തിലെ സ്പൈഡർമാൻ എന്തിനാടാ സിക്സ് പാക്ക്? ഒറ്റയ്ക്ക് വഴി പൊട്ടി വന്നോണ്ടേ ഒന്നും പറയുന്നില്ല. വിനീതേ, നമുക്കൊരു പടം ചെയ്യണ്ടേ? ഇത് ഞാൻ ചെയ്യാം, പക്ഷെ വില്ലനായിട്ട് ആ ബേസിനെ ഒന്ന് കാസ്റ്റ് ചെയ്യണം. കാരണം അവന് നായകനാകാൻ വേണ്ടിയിട്ട് അവൻ എന്നെ വില്ലനാക്കിയത്. അപ്പോൾ എനിക്കവനെ ഒന്ന് എൻ്റെ വലയിൽ കുരുക്കണം. ഞാൻ ഈ കഥയിൽ കൂടുതലും മാസ്ക് വെച്ചാണല്ലേ അഭിനയിക്കേണ്ടത്? അതെ സാർ. അതേതായാലും നന്നായി. സാധാരണ എൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കാറില്ല, എൻ്റെ ഫോട്ടോ ആണ് അഭിനയിക്കുന്നതെന്നാണ് ഇവിടെ എല്ലാവരും പറയാറ്. ഇതിലേതായാലും അത് പറയില്ലല്ലോ. അതെന്താ? ഇതിലെന്റെ ഫോട്ടോയും വേണ്ടല്ലോ, ഫുൾ മാസ്ക് ഇട്ടേക്കുമല്ലേ? അതാകുമ്പോൾ മൊത്തത്തിൽ നമുക്ക് അങ്ങ് VFX ചെയ്യാം അല്ലേ? നൻപ ഇതെന്റെ യൂഷ്വൽ സിനിമകളുടെ കഥ പോലെ ഉണ്ടല്ലോ. എന്താ? അല്ല, എൻ്റെ സിനിമകളിൽ ഞാൻ എല്ലാവരും രക്ഷിക്കാറുണ്ടല്ലോ, ഇതില് മാസ്ക് ഉണ്ടെന്നല്ലേ ഉള്ളൂ. ഏതായാലും നമുക്കിത് ചെയ്യാം. പിന്നെ സ്പൈഡർമാൻ്റെ കോസ്റ്റ്യൂമിൻ്റെ മുകളിൽ ഇതുപോലൊരു ഷർട്ട് ഞാനിടും കേട്ടു. ഓക്കെ, നായികയായിട്ട് ആരെ കാസ്റ്റ് ചെയ്യണം? മോനെ, ഈ സ്പൈഡർമാന് മാസ്ക് ഒക്കെ വേണോ? വേണല്ലോ ചേട്ടാ, മാസ്ക് എന്തായാലും വേണം. അല്ല, മാസ്ക് വെച്ചാൽ ഞാനെങ്ങനെ മീശ പിരിക്കും? അതുപോലെ കോസ്റ്റ്യൂമിലെ പാൻറ് മാറ്റി മുണ്ടാക്കിയിരുന്നെങ്കിൽ കംഫർട്ടബിൾ ആയേനെ. അല്ലല്ലോ ചേട്ടാ, മുണ്ടാക്കി കഴിഞ്ഞാൽ വല വിട്ടിങ്ങനെ മുകളിലൂടെ പോകുമ്പോൾ താഴെ നിൽക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? പിന്നെ അതുപോലെ ആ സീനൊക്കെ നമ്മൾ ഡ്യൂപ്പിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. എന്തിനാ മോനെ ഡ്യൂപ്പൊക്കെ? അതൊക്കെ ഞാൻ ചെയ്യില്ലേ. അതുപോലെ ആന്റണി പറഞ്ഞിട്ടുണ്ട് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന്. മോനെ ഏതായാലും ആന്റണിയോടൊന്ന് സംസാരിച്ചേക്ക്. ഓക്കെ ലാലേട്ടാ. താമൻ മ്യൂസിക് ചെയ്താലേ ഞാൻ ഈ പടത്തിൽ അഭിനയിക്കൂ. അത് അങ്ങനെ ചെയ്യാം സാർ. അതുപോലെ കുറച്ച് മാസ് ഡയലോഗുകൾ ഈ സിനിമയിൽ ആഡ് ചെയ്യണം. എന്ത് മാസ് ഡയലോഗാണ് സാർ? Don't trouble the Spider-Man. If you trouble the Spider-Man, Spider-Man troubles you. I am not the trouble. I am the Spider-Man. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിലെ നായകൻ ഒരു ചെലന്തി അല്ലേ? അല്ലേ? വില്ലൻ ഒരു ശാസ്ത്രജ്ഞൻ, ഒരു സയൻറ്റിസ്റ്റ് അല്ലേ? അപ്പം ഈ ചെലന്തിയെ കൊല്ലാനാണ് ആ ശാസ്ത്രജ്ഞൻ വരുന്നത് അല്ലേ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. നാട്ടിൽ എന്തോരം പ്രോഡക്റ്റുകളുണ്ട് ചെലന്തിയെ കൊല്ലാൻ. അയാൾക്ക് അത് മേടിച്ചിട്ട് അവൻ്റെ ദേഹത്ത് അങ്ങ് അടിച്ചാൽ പോരെ, അതങ്ങ് ചത്തുപോകത്തില്ല അല്ലേ? അതിനാണ് ബിൽഡപ്പ്, ശാസ്ത്രജ്ഞൻ, ലാബ്, ഒരു സ്യൂട്ട്, എന്തൊക്കെയായത്? ഇതിനൊക്കെ സമയം കളയേണ്ട വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ മിണ്ടാ നിൽക്കാതെ എന്തേലും ഒന്ന് പറ അല്ലേ?